ഹായ് 2026 ക്രിക്കറ്റ് വേൾഡ് കപ്പ് അവസാനിച്ചു. ഇന്ത്യ ജേതാക്കളായി. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച്. ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടുവന്നത് മറ്റാരുമല്ല, ഗൂഗിളിന്റെ ICCയുമായിട്ടുള്ള അസോസിയേഷനാണ്. നമ്മൾ ഈ വേൾഡ് കപ്പിൽ ഉടനീളം കണ്ടു ഗൂഗിളിന്റെ ജെമിനിയുടെ പ്രസൻസ്. അവരുടെ ഗൂഗിൾ ജെമിനി ആയാലും ഗൂഗിളിന്റെ സ്മാർട്ട് ഫോൺ ആയ പിക്സൽ അവർ പ്ലേസ് ചെയ്ത ഒരു രീതി നോക്കിയാൽ കാണാം, വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് അവർ ചെയ്തത്. ഗൂഗിൾ ജെമിനി എന്ന അവരുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഒഫീഷ്യൽ AI ഫാൻ കമ്പനിയൻ ആയിട്ടാണ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ജെമിനിയിൽ അവരൊരു പ്രത്യേക ടാബ് ആഡ് ചെയ്തു. ഈ ഒരു ക്രിക്കറ്റിന്റെ സമയത്ത് ഒരു ക്രിക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്യൂസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ടാബ് തന്നെ ഇതിൽ ആഡ് ചെയ്തു. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ താഴെ സ്ക്രീനിൽ നമ്മൾക്ക് അങ്ങനെ പ്ലെയറിന്റെ കുറിച്ചുള്ള ഇൻസൈറ്റുകൾ നമുക്ക് അധികം അറിയാത്ത എങ്കിൽ ആൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് നമുക്ക് സ്ക്രീനിൽ തന്നെ എഴുതി കാണിച്ചു. അത് ഒരു കാർഡ് ആക്ച്വലി ഡാറ്റയൊക്കെ ICCയുടെ പക്കലുണ്ടാകും. പക്ഷെ എങ്കിലും ആ ഒരു കാർഡിനെ അവർ ജെമിനി നൽകുന്ന ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ സ്ക്രീനിൽ കാണിച്ച് മറ്റുള്ളവർ വിശ്വസിപ്പിക്കാൻ ഗൂഗിൾ ചെയ്ത ഒരു കിടിലനായിട്ടുള്ള ഒരു ബിസിനസ് തന്ത്രമാണ്. മറ്റൊന്നാണ്, നമ്മളൊക്കെ കണ്ടു ദിനേശ് കാർത്തിക് ആയാലും സഞ്ജന ഗണേശൻ പോലെയുള്ള ICCയുടെ പ്രസന്റേഴ്സ് ഗൂഗിളിന്റെ ഒഫീഷ്യൽ ഫോൺ ആയിട്ടുള്ള പിക്സൽ ഉപയോഗിച്ചിട്ട് അതിൽ ജെമിനി ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേൾഡ് കപ്പിൽ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളും പല കാര്യങ്ങളും ജെമിനിയുടെ സഹായത്തോട് കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇവർ സമ്മറൈസ് ചെയ്യുന്നുണ്ട്. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. വീഡിയോസ് ഒക്കെ ഇവർ ICCയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതെല്ലാം ഷെയർ ചെയ്തു. ഷോട്ട് ഓൺ പിക്സൽ എന്നുള്ള ഒരു ടാഗ് ലൈൻ വെച്ചിട്ട് അവര് ക്രിക്കറ്റ് മത്സരവും ക്രിക്കറ്റിന്റെ മത്സരത്തിന്റെ പിന്നിലുള്ള BTS വീഡിയോസ് ഒക്കെ ആയിട്ട് ഫോണിനെ അവരൊരു ബ്രോഡ്കാസ്റ്റ് ലെവലിലേക്ക് പിക്സൽ 10 പ്രത്യേകിച്ച് അവരുടെ ക്യാപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് അവർ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്തു ഈ പിക്സൽ ഫോണ്. ബ്രോഡ്കാസ്റ്റ് ക്യാമറയുടെ കൂടെ തന്നെ ഇവരുടെ ഒരു ഫോൺ വെച്ചിട്ട് അവർ ഈ സാധനം ഇതെല്ലാം ടെലികാസ്റ്റ് ചെയ്തിട്ട് അത്രയും ക്വാളിറ്റി ഇവരുടെ പിക്സലിന്റെ ക്യാമറക്ക് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം വരെ ഗൂഗിൾ പയറ്റി. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, 2025 വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ODI വേൾഡ് കപ്പ് ഇന്ത്യ വിജയിച്ചു. ആ വിജയിച്ച സമയത്ത് ഇന്ത്യയുടെ പ്ലെയറായ ജമീമ റോഡ്രിഗസ്, ആ പുള്ളിക്കാരത്തി ജമീമക്ക് അവരുടെ ഒരു ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ സ്റ്റൈൽ ഉണ്ട്. അവരുടെ ഒരു ജെമി സെൽഫി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അവര് നിലത്ത് കിടന്നിട്ട് ഒരു ഫോൺ കൊണ്ട് മൊത്തം ടീമിനെ ബാക്കിലാക്കിയിട്ട് ഒരു സെൽഫി എടുക്കുന്ന അവരുടെ ഒരു ട്രേഡ് മാർക്ക് ഇതുണ്ട്. ഈ ട്രേഡ് മാർക്കിന് അവർ വളരെ തന്ത്രപൂർവ്വമായിട്ട് വേൾഡ് കപ്പ് ഫൈനലിൽ അവർക്കറിയാം ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യ എല്ലാം മൊത്തം സെലിബ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപരമായിട്ട് ജമീമ റോഡ്രിഗസിന്റെ കയ്യിൽ അവര് ഈ ഗൂഗിൾ പിക്സൽ ഫോൺ എത്തിച്ചു. അതുവരെ നമ്മൾ കണ്ടുവന്നത് അതിന് മുന്നേ ഉള്ള മത്സരങ്ങളിലും അതിന് മുന്നേ ഉള്ള സെലിബ്രേഷൻസിലൊക്കെ ജമീമ റോഡ്രിഗസിന്റെ കയ്യിൽ ഐഫോൺ ആയിരുന്നെങ്കിൽ ഫൈനൽ കഴിഞ്ഞിട്ട് കപ്പടിച്ചിട്ട് ജെമി സെൽഫിയില് ജെമിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഗൂഗിൾ പിക്സലിന്റെ ഫോൺ ആയിരുന്നു. ബ്രില്യൻ മാർക്കറ്റിംഗ്.